നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുക്കൂട്ടുതറയിൽ നിന്ന് കാണാതായ ജസ്ന മരിയ ജെയിംസിനോട് സാദൃശ്യമുള്ള പെൺകുട്ടിയെ മുണ്ടക്കയത്തെ ലോഡ്ജിൽ കണ്ടെന്ന് വെളിപ്പെടുത്തിയ മുൻ ജീവനക്കാരിയെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് സൂചന. മുൻ ജീവനക്കാരെയും ഇതിന് സമ്മതിച്ചിട്ടുണ്ട്. ഇത് കേസിൽ നിർണായക വഴിത്തിരിവാകും. ആവശ്യമെങ്കിൽ ലോഡ്ജ് ഉടമയെയും നുണപരിശോധനയ്ക്ക് വിധേയനാക്കും. വ്യക്തിയുടെ പൂർണ്ണ സമ്മതം ഉറപ്പിച്ചിട്ടേ നുണപരിശോധന നടത്താൻ അന്വേഷണ ഏജൻസികൾക്ക് അവകാശമുള്ളൂ. പോളിഗ്രാഫ് ടെസ്റ്റും ബ്രെയിൻ മാപ്പിംഗും നാർക്കോ അനാലിസിസും ആണ് നുണപരിശോധന രീതികൾ. ഇതിൽ ഏതാണ് നടത്തേണ്ടതെന്ന് സിബിഐ ഉടൻ തീരുമാനമെടുക്കും. ലോഡ്ജിലെ മുൻ ജീവനക്കാരെ സഹകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മുൻ ജീവനക്കാരുടെ മൊഴി കഴിഞ്ഞ ദിവസം സിബിഐ ഇൻസ്പെക്ടർ നിപുൺ ശങ്കറിന്റെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ലോഡ്ജ് ഉടമയുടെ മൊഴി ചൊവ്വാഴ്ച എടുക്കുകയും ചെയ്തു. രണ്ടും തമ്മിൽ പൊരുത്തക്കേടുണ്ട്. ഈ സാഹചര്യത്തിൽ ആര് പറയുന്നതാണ് ശരിയെന്ന് കണ്ടെത്താനാണ് സിബിഐ ശ്രമം. മുൻ ജീവനക്കാരെയും ലോഡ്ജ് ഉടമയും പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് സിബിഐ അറിയിച്ചു. വെളിപ്പെടുത്തലുകൾ മുമ്പും ഉണ്ടായിട്ടുള്ളതിനാൽ ഏതു ചെറിയ വിവരവും സത്യമാണോ എന്ന് കണ്ടെത്താനാണ് സിബിഐ ശ്രമിക്കുന്നത്. താൻ കണ്ടത് സിബിഐയെ അറിയിച്ചിട്ടുണ്ടെന്നും ലോഡ്ജ് ഉടമ തന്നെപ്പറ്റി അപവാദ പ്രചരണം നടത്തിയതോടെയാണ് ജസ്നയെ പോലെ ഒരു പെൺകുട്ടിയെ കണ്ട കാര്യം വീണ്ടും പറഞ്ഞതെന്നും ലോഡ്ജിലെ മുൻ ജീവനക്കാരി പറഞ്ഞിരുന്നു. ജസ്നയെ കണ്ടെന്നുള്ള വിവരം വെളിപ്പെടുത്താൻ വൈകിയതിൽ കുറ്റബോധമുണ്ടെന്നാണ് മുണ്ടക്കയത്തെ ലോഡ്ജ് മുൻ ജീവനക്കാരി പ്രതികരിച്ചത്. സിബിഐ സംഘം മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് തനിക്ക് കുറ്റബോധമുണ്ടെന്ന് ജീവനക്കാരി പറഞ്ഞത്. 2.5 മണിക്കൂർ സമയമെടുത്താണ് സിബിഐ ലോഡ്ജ് ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയത്. വെളിപ്പെടുത്തൽ നടത്താൻ വൈകിയതിൽ കുറ്റബോധം തോന്നുന്നുവെന്നും സിബിഐയോട് പറയാനുള്ളത് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും ജീവനക്കാരി പറഞ്ഞു. അന്വേഷണം ശക്തമായി തുടരുകയാണെന്ന് സിബിഐ സംഘവും പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് നിന്നുള്ള സിബിഐ സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. ജസ്നയെ ലോഡ്ജിൽ വെച്ച് കണ്ടതായി ഇവർ വെളിപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു സിബിഐ നടപടി. കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ജസ്ന ഒരു യുവാവിനൊപ്പം ലോഡ്ജിൽ എത്തിയെന്നായിരുന്നു മുണ്ടക്കയത്തെ ലോഡ്ജിലെ മുൻ ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ. ഉച്ചയ്ക്ക് 12-നും 1-നും ഇടയ്ക്കാണ് ഇവിടെ കാണുന്നത്. 3-4 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു. 5 മണിക്ക് തിരിച്ചിറങ്ങിപ്പോയി. റൂം എടുത്ത് താമസിക്കുന്നവരുടെ പേരും മേൽവിലാസവും മാത്രമേ എഴുതാറുള്ളൂ. എന്നോട് ചിരിച്ചിരുന്നു. അപ്പോഴാണ് പല്ലിലെ കമ്പി ശ്രദ്ധിച്ചത്. ഒരു പയ്യൻ കൂടെ ഉണ്ടായിരുന്നു. വെളുത്തു വലിയ പയ്യനാണ്. കൊച്ചു പെൺകുട്ടിയായതിനാലാണ് ശ്രദ്ധിച്ചത്. പിങ്ക് ഡ്രസ്സാണ് ഇട്ടിരുന്നത് എന്നായിരുന്നു വെളിപ്പെടുത്തൽ. ബികോം 2ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന ജസ്നയെ പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ കൊല്ലമുളയിലെ വീട്ടിൽ നിന്ന് 2018 മാർച്ച് 22-നാണ് കാണാതാകുന്നത്. കാണാതാകുന്നതിന് മുൻപ് മുണ്ടക്കയത്തെ ലോഡ്ജിൽ യുവാവുമൊത്ത് ജസ്ന എത്തിയെന്ന ലോഡ്ജിലെ മുൻ ജീവനക്കാരുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് സിബിഐ ഇവരുടെ മൊഴി ശേഖരിച്ചത്. ബുധനാഴ്ച രാവിലെ 10-ന് ടിബിയിൽ ആരംഭിച്ച മൊഴി രേഖപ്പെടുത്തൽ ഉച്ചയ്ക്ക് 12:30 വരെ നീണ്ടിരുന്നു. മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ സിബിഐ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. ലോഡ്ജ് ഉടമയുടെ വ്യക്തിവൈരാഗ്യം തീർത്തില്ല എന്നും തന്നെ തേജോവധം ചെയ്ത ലോഡ്ജ് ഉടമ മുൻപ് ചെയ്ത കാര്യങ്ങൾ സിബിഐയോട് വെളിപ്പെടുത്തുക മാത്രമാണ് ഉണ്ടായതെന്നും സ്ത്രീ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇത്രനാൾ പറയാതിരുന്ന കാര്യം വൈകി വെളിപ്പെടുത്തിയതിൽ കുറ്റബോധമുണ്ടെന്നും സ്ത്രീ പറഞ്ഞു. ലോഡ്ജ് ഉടമ ബിജു സേവ്യറിന്റെ മൊഴി ചൊവ്വാഴ്ച സിബിഐ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തി. ഒപ്പം ബിജുവിന്റെ ലോഡ്ജിലെത്തി രേഖകളും പരിസരവും മുറികളും പരിശോധിക്കുകയും ചെയ്തു.